അല്ലേ എല്ലാവരും ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ തന്നെ. ഓക്കെ, അതിൽ ക്വിക്ക് ഷിഫ്റ്റർ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും പോയിട്ട് നമ്മുടെ ഡൂക്കാമാൻ്റെ വണ്ടി വിത്ത് ഫുൾ സിസ്റ്റം ടെർമിനോയുടെ എക്സോസ്റ്റ് വെച്ചിട്ടോ. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് കൊച്ചിമച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ബാംഗ്ലൂരാട്ടോ. ഞാൻ ഓടിക്കുന്നത് നമ്മുടെ CB200X ആണ്. നിങ്ങൾക്ക് കാണാം, റെൻ്റ് എടുത്തൊരു വണ്ടിയാണ്. ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു റൈഡ് പോവാണ്. അത് മോർണിംഗ് റൈഡ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്. ഞാനുണ്ട്, പിന്നെ കുറച്ച് പേരുണ്ട്. വഴിയെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കേട്ടോ. ഇപ്പോൾ എത്തും. എനിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. ഞങ്ങളുടെ മീറ്റപ്പ് പോയിൻറ്റ് ഹോസ്കോട്ട് ടോളിൻ്റെ അവിടെയാണ് ഞങ്ങളുടെ മീറ്റപ്പ് പോയിൻറ്റ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണേ. പോവാല്ലേ, ബാക്കി വഴിയെ കാണാം. എനിക്കറിയില്ല ഗോപ്രോയുടെ അവസ്ഥ എന്താണ്. ഗോപ്രോ ഒക്കെ എന്തൊക്കെയൊക്കെയോ പറ്റിയിരിക്കുകയാണ്. എൻ്റെ മൈക്ക് അഡാപ്റ്റർ ചീത്തയിൽ പോയി. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതൊരു നല്ല വ്ളോഗ് തന്നെയായിരിക്കും. നല്ല വീഡിയോസും കിട്ടും, നല്ലൊരു ഔട്ട്പുട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് 3 ദിവസമായിട്ട് ബാംഗ്ലൂരാണ്. ഞാനൊരു ട്രക്ക് പോയിട്ടുണ്ടായെന്ന് പറഞ്ഞു. ആ ട്രക്കൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരാണ് വന്നിരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് നമുക്ക് എന്നാൽ ചെറിയ റൈഡ് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ബാംഗ്ലൂരുള്ളതല്ലേ, അപ്പോൾ ഒരു ചെറിയ റൈഡൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വണ്ടി കിട്ടി. അത് CB200X ആണ്. ഇത് ആശാന് വേണ്ടിയുള്ള വണ്ടിയാണോ? എൻ്റെ അല്ല, ആശാന് വേണ്ടിയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇവിടെ ട്രാഫിക് കണ്ടോ, രാവിലെ 6 മണിക്കത്തെ ട്രാഫിക്കാട്ടോ ഈ കാണുന്നത്. ഇവിടെ നെക്സ്റ്റ് ലെവലാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ. ഒന്നുമല്ല, ബാംഗ്ലൂർ ഈസ് വേറെ ലെവൽ. നമുക്ക് ഹോസ്കോട്ട് ടോള്, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെ ചെന്നിട്ട് ബാക്കി എല്ലാവരെയും കാണാം. എനിക്കും വഴി ഒരു പിടിയില്ല. മാപ്പ് ഇട്ടിട്ടുണ്ട്, അവിടം വരെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ എന്തായാലും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ടോൾ റോഡ് ഹെഡ്, ടോൾ പ്ലാസ 1 കിലോമീറ്റർ എന്നാണെങ്കിൽ ഇവരെവിടെ നിൽക്കണേന്നാണ് ഇനി നമ്മുടെ ഡൗട്ട്. അവിടെ ഉണ്ട്. അപ്പം നോക്കിക്ക് ആരാന്നത്. ആശാനെ ഒരു ഹായ് പറയൂ. അപ്പം ഞങ്ങൾ അവിടെ ഉണ്ട്. ഡൂക്കാമാൻ ഉണ്ട്, നമ്മുടെ സനൽ ബ്രോ ഉണ്ട്, രാകേഷ് ചേട്ടനുണ്ട്, നിതിൻ ചേട്ടനുണ്ട്, കെവിൻ ബ്രോ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മോർണിംഗ് റൈഡ് പോവാം. ഞാൻ ഈ 200ലും അവരെല്ലാവരും സൂപ്പർ ബൈക്കിലും പിടിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം അവരുടെ ഒപ്പം. പൊളി കുന്നംകുളം സ്ട്രെൽ എല്ലാവരും എന്നെയൊക്കെ ഇടയ്ക്ക് നോക്കണേ. അപ്പം ഞങ്ങൾ പോണത് മുന്നോട്ട് പോകുമ്പോൾ ഒരു CCD ഉണ്ട്, ഒരു 40 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. ചുമ്മാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്. എല്ലാവരും ഇവിടെ ഉണ്ട്. കുറേ നാളായിട്ട് എല്ലാവരെയും കാണണേ. എനിക്ക് തോന്നുന്നു എല്ലാവരും കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡൊക്കെ പോണേ. അവരങ്ങ് പോവുക കേട്ടോ. വണ്ടി ഒരു വൈബ്രേഷനും ഇല്ല കേട്ടോ. ആ ഒരു 100-ൽ പോവുകയാണെങ്കിലും 110 പോയാലും ഒരു സീനും ഇല്ലാണ്ട് വണ്ടി ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് 15 മിനിറ്റ് മതി എന്നാണ് പറഞ്ഞത് അവിടെ എത്താൻ. എൻ്റെ കാര്യം അറിയില്ല, എന്തായാലും പോയി നോക്കാം. കുറേ ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാനൊരു ബൈക്ക് ഓടിച്ച് പോണത്. കാര്യം ഇത്രയും ദിവസം കാറും ട്രെക്കിങ്ങൊക്കെ ആയിട്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലായിരുന്നു. ഇതാണൊന്ന് ബൈക്ക് ഓടിച്ചൊരു സുഖം. ഡ്യൂക്കമാൻ്റെ ഡെസേർട്ട് സ്ലെറ്റിൽ ഇത് വെച്ചിട്ട് എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സൗണ്ടാണ്. ഞാൻ കേൾപ്പിച്ച് തരാം. വേറൊരാൾ റൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ, ഇവിടെ ഏതെങ്കിലും വണ്ടി ഇങ്ങനെ സൂപ്പർ ബൈക്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഇതേപോലെ ആരെങ്കിലും വരും. മുട്ടരയ്ക്കോ? അതേ പോണ ഒരു ജെറ്റ് വിമാനം. രാകേഷ് ബ്രോ, ഡൂക്കാമാൻ. ഇതിന്റെ ടോപ്പ് സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന്. ഇവിടെയാണല്ലേ എല്ലാവരും ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ തന്നെ. ഓക്കേ, അവരുടെ പൊടി പോലും ഇല്ല, കാണാൻ പോലും ഇല്ല. എല്ലാവരും പോയി. എനിക്ക് ലൊക്കേഷൻ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ സ്ഥലം എത്തും. എന്തായാലും ഈ വണ്ടീനെ കൊല്ലാൻ തോന്നല്ല. എന്നാലും വണ്ടി കുഴപ്പമൊന്നുമില്ല. വണ്ടി നല്ല ഈസി ആയിട്ട് 100-ലേക്ക് നമുക്ക് പോവാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. നല്ല രസമുണ്ടായി ഈ വണ്ടി ഓടിക്കാനായാലും.
ഇത് വണ്ടി എന്ന് വെച്ചാണല്ലോ എനിക്ക് ഇതിന്ന് ഒരു വൈബ്രേഷൻ പോലും ഫീൽ ചെയ്യാൻ കേട്ടോ. നൂറിലൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടാണ് വണ്ടി റൺ ചെയ്യണത്. ഇപ്പം എനിക്ക് തന്നെ ബാംഗ്ലൂരിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഫുള്ള്. അതായത് രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ക്ലൗഡി ആയിട്ടിരിക്കും, വൈകിട്ട് വരെ. വെയിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഒരു ദിവസം എന്തോ ഞാൻ വെയിൽ കണ്ടു, ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. ഒരു ദിവസം എന്തോ വെയിൽ കണ്ടുള്ളൂ, പിന്നെ ഞാൻ വെയിൽ കണ്ടിട്ടില്ല. പിന്നെ ഫുള്ള് ഇത് തന്നെയാണ്, ഇങ്ങനെ മൂടി കിടക്കും മൊത്തത്തിൽ. രാവിലെ അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല രസമുണ്ട്, നല്ലൊരു ക്ലൈമറ്റ്, വണ്ടി ഓടിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ്. ഇത് പോലീസുകാർ നിൽക്കണം മെയിൻ ഒരു സ്ഥലം കേട്ടോ ഈ വഴിയിൽ. അവിടെ മെയിൻ പോലീസ് നിൽക്കുന്ന സ്ഥലമാണ്. മിക്കവാറും തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തായാലും പോലീസിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോകാൻ പറ്റുമായിരിക്കും. ഇവിടുത്തെ പോലീസ് എന്ന് വെച്ചാൽ എങ്ങനെ അറിയാമോ, കർണാടക വണ്ടി അല്ലാണ്ട് വേറെ ഏത് വണ്ടി കണ്ടാലും സീനാക്കും കേട്ടോ. വേറെ KL വണ്ടിയൊക്കെ കണ്ടാൽ പിന്നെ പിന്നെ നോക്കണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം പജേറോയിട്ട് വന്നിട്ടുണ്ടായി. നമ്മുടെ ഡുക്കാമാൻഡയിൽ പജേറോ ഉണ്ടായി. ആ പജേറോയിട്ട് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ഓഫ് റോഡൊക്കെ പോയതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ കാണാൻ പറ്റും. അതിൻ്റെ അകത്തുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ. അടിപൊളിയായിരുന്നു. ചെറിയൊരു ഓഫ് റോഡാണ്. മിക്കവാറും ഇന്നും ഞാൻ ഇതായിട്ട് അങ്ങോട്ട് തന്നെ പോകുമായിരിക്കും. കാത്തിരിക്കുന്നു. So we are here. ഇതാണ് കത്തിയടി സ്ഥലം. അപ്പോൾ ഞാനേ നമ്മുടെ ആശാൻ്റെ വണ്ടി കേട്ടോ, അതിൽ ക്വിക്ക് ഷിഫ്റ്റർ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും പോയിട്ട് ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ വെച്ചിട്ടല്ല അന്ന് ഓടിച്ചപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ വെച്ചിട്ടുണ്ടായില്ല. സോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നല്ല റോഡുകളുണ്ടല്ലോ. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിരുന്നു, ചായ കുടിച്ചു, ഫുഡ് കഴിച്ചു, വേറെ പണിയൊന്നും ഉണ്ടായില്ല. പോവല്ലേ? So smooth. ക്വിക്ക് ഷിഫ്റ്റർ വെച്ചപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഷിഫ്റ്റ് ചെയ്യാൻ. എനിക്കതൊരു ഫസ്റ്റ് 2 ഗിയറിൽ ഒന്നും കൂടെ സെറ്റിങ്സ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അടിപൊളി. ക്വിക്ക് ഷിഫ്റ്റർ വെച്ചപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതാണ് ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ആ ഒരു ഗുണമുണ്ടല്ലോ, അത് നല്ല രസം തന്നെ. വേറൊരു ഫീലാണ് ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളപ്പോൾ നമുക്ക് ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ. എന്തായാലും നല്ല രസമുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പട്ടേന്ന് നമുക്ക് ഈസി ആയിട്ട് ഫുൾ കോൺസെൻട്രേഷൻ നമുക്ക് റോട്ടിൽ കൊടുത്ത് ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എന്തായാലും. ഓ മൈ ഗോഡ്, അഗെയിൻ ആൻ ഓപ്പൺ റോഡ്. ക്വിക്ക് ഷിഫ്റ്റർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഹോണ്ടയിൽ. ഇത് ഏകദേശം 15,000 സംതിങ് ആയിട്ടോ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ റേറ്റ് നല്ല കുറവാണ്. ബാക്കിയുള്ള ബ്രാൻഡുകളുടെ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 15,000 റുപ്പീസിന് അപ്പ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ, ഡൗൺ ഷിഫ്റ്റ് ഇല്ല. നമ്മുടെ 1000 RRRന് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, പക്ഷെ അതും എക്സ്ട്രാ വാങ്ങി വെക്കാൻ 10,000-45,000 രൂപയാണ് അതിൻ്റെ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ റേറ്റ് കേട്ടോ. വേറൊരു വണ്ടിയും കൂടെ ഉണ്ട് ഇവിടെ, അതും കൂടെ നമുക്ക് ഓടിക്കാം. അത് നിങ്ങൾ കണ്ട വണ്ടിയാണ്, പക്ഷേ അതിന് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വണ്ടി, നമ്മുടെ ഡ്യൂക്കമാൻ്റെ വണ്ടി വിത്ത് ഫുൾ സിസ്റ്റം ടെർമിനോളിയുടെ എക്സോസ്റ്റ് വെച്ചിട്ടോ. നിങ്ങൾ ആശാന ഓടിച്ചപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ലോ, ഇതിൽ കേൾക്കാം. ആഹാ, CBR നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, ടോട്ടലി വേറെ സാധനം കേട്ടോ. പൊളി. ആഹാ, എന്താ സൗണ്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ റോഡും ഇല്ല, തേങ്ങയില്ല. അപ്പോൾ എക്സോസ്റ്റ് കേൾക്കാം അല്ലേ.
എഞ്ചിന്റെ സൗണ്ട് എന്ത് രസം എക്സോസ്റ്റ് വെച്ചപ്പോ കേൾക്കാൻ. ഇതൊന്നും ഇവിടെ അല്ല ഓടിക്കണ്ട ഈ വണ്ടി ഓഫ് റോഡൊക്കെ ഓടിക്കുമ്പോൾ വേറെ മൂഡ്. ആ ഇരുത്തൊക്കെ തന്നെ കണ്ടില്ലേ, നെക്സ്റ്റ് ലെവൽ കണക്കാ. ഷോർട്ട് റൈഡ് ഇത് റോട്ടിലല്ല ഇത് ഓടിക്കണ്ട. ഓ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അടുത്തത് ഏത് വണ്ടി ഓടിയോ? കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് ഈസ് ഓവർ. പക്ഷേ നമ്മുടെ കെവിൻ ബ്രോയുടെ നമ്മുടെ ZX14R പഞ്ചർ. ക്ഷീണിച്ചോ? ഒട്ടിച്ച പഞ്ചറിന്ന് ഇത് പഴയതല്ലടാ. അതെ, പഴയതല്ല, ഇന്നലെ ഇട്ടാ. അതല്ല മീൻ ഇല്ല, അത് കട്ടായി പോയി, മര്യാദക്ക് കേറിയില്ല. ഭയങ്കര പറ്റയ്ക്കുന്ന് കട്ട് ചെയ്ത്. പടക്കോ? കെവിൻ ബ്രോ അതിസാഹസികമായി. ഓ പേടിപ്പിക്കല്ലേ. അതകത്തേക്ക് കയറിപ്പോയി. ഇത് ഇങ്ങനെയാണോ? അത് ഇങ്ങനെയാണോ? രാജേഷ് ബ്രോ പറ്റും, നിസ്സാരം. എടാ മുഖം നോക്കട്ടെ. പഞ്ചർ രാകേഷ്. അപ്പൊ നമ്മള് നിതിൻ ബ്രോയും നമ്മുടെ ഡൂക്കാമാനും പോവാട്ടോ. ഞങ്ങള് പിന്നെ സനൽ ബ്രോയും പോവാ. ഞങ്ങള് 4 പേരും വേറെ വഴി. നിങ്ങളെങ്ങോട്ടാ? നമ്മളൊന്നിച്ചല്ലേ? ഓ ആക്ടിങ്. അപ്പൊ പോവാല്ലേ, കഴിഞ്ഞു നമ്മുടെ പരിപാടികൾ. ഇത് ആസാൻ നൈസായിട്ട് കെവിൻബ്രോയുടെ 14R കയറി പഞ്ചറിട്ട് ഒട്ടിക്കുള്ളൂ. ഈ രാകേഷ് ചേട്ടനെ തപ്പി ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. നോക്കിക്കണണ്ടാ, ഒന്ന് നോക്കി ഹായ് പറഞ്ഞേ. വന്നുണ്ട്. ഓ പഴയ ബന്ധം പുതുക്കാൻ വേണ്ടി വന്നേക്കുവാ. വിഷമത്തോടെയൊക്കെ നോക്കണോ. ഓ കറക്റ്റ് ഫോട്ടോ ട്ടാ, വീഡിയോയില് കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്.